അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഹോപ്പ് മിഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആത്മഹത്യ അരുത്, അത് പാപമാണ്, ആത്മഹത്യ ജീവിതത്തിൻ്റെ അവസാനമല്ല, മദ്യവും മയക്കുമരുന്നും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും നശിപ്പിക്കും എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ക്രിസ്തീയ ബോധവൽക്കരണ വിമോചന യാത്രയാണ് ഈ ഗാന്ധിനഗറിൽ എത്തിയിരിക്കുന്നത്. വർത്തമാന പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും ശ്രദ്ധിക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യയുടെ കണക്ക് അനുദിനം വർദ്ധിച്ചു വരികയാണ്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 30.6%. 2021 കണക്കനുസരിച്ച് കേരളം ആത്മഹത്യാ നിരക്കിൽ 5ാം സ്ഥാനത്ത് ആയിരുന്നു എങ്കിൽ 2023 ഒടുവിൽ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം തയ്യാറാക്കിയ കണക്കിൽ കേരളം ഇന്ന് 3ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ ദേശീയ നിരക്ക് പ്രകാരം ആത്മഹത്യയുടെ നിരക്ക് 12.6% നിൽക്കുമ്പോൾ അത് കേരളത്തിൽ മാത്രമായി സംസ്ഥാനത്തിൻ്റെ നിരക്കിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ മാത്രം അത് 30.6% വർദ്ധിക്കുകയാണ്. സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം അതിവേഗം ബഹുദൂരം എന്ന ആപ്തവാക്യവുമായി അനുദിനം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ദിനംപ്രതി ആത്മഹത്യയുടെ കണക്കുകളും വർദ്ധിക്കുന്നു എന്നുള്ളത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യാ നിരക്കിൽ ഏതാണ്ട് 70% പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക്